ഹലോ ഫ്രണ്ട്സ്, ജാവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ജാവ ബീനിനെ, അതായത് ഒരു സീരിയലൈസ്ഡ് ഒബ്ജക്റ്റിനെ നമുക്ക് എങ്ങനെ സേവ് ചെയ്യാൻ പറ്റും. നമുക്ക് തൊട്ട് മുമ്പത്തെ ജാവയുടെ വീഡിയോയിൽ നമ്മൾ എങ്ങനെയാണ് ഒരു ജാവ ബീൻ ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് പഠിച്ചു. അപ്പോൾ നമ്മൾ ഇന്നൊരു ജാവ ബീന് എൻ്റെ ഒരു സേവിങ് റിട്രീവിങ് എങ്ങനെയാണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ പ്രോഗ്രാമിലോട്ട് കിടക്കാം. ആദ്യം നമുക്ക് അതിനായിട്ടൊരു ചെറിയ ജാവ ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം, ജാവ ബീൻ ക്രിയേറ്റ് ചെയ്യാം. ഈ ജാവ ബീൻ ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണെന്നൊക്കെ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് കൂടെ കണ്ടിട്ട് ഇതിലോട്ട് വരിക. ആദ്യമായിട്ട് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. ഇപ്പോൾ ഞാൻ മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ചെറിയ ക്ലാസ്, പേഴ്സൺ എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ പേഴ്സൺ ഇംപ്ലിമെൻറ്റ്സ് എന്ന് പറയണം. ഇംപ്ലിമെൻറ്റ്സ് സീരിയലൈസബിൾ. എന്നിട്ട് ഇതിൻ്റെ ക്ലാസ് ഒന്ന് നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. സീരിയലൈസബിൾ എന്നുള്ളത് java.ioയിൽ, അപ്പോൾ നമ്മളത് ഇമ്പോർട്ട് ചെയ്തു. ഇനി നമുക്കിവിടെ ഒരു നെയിം എന്ന് പറഞ്ഞൊരു ഒരു സ്ട്രിങ് പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്യാം. സ്ട്രിങ് നെയിം. അതിനുശേഷം നമുക്കൊരു കൺസ്ട്രക്ടർ ക്രിയേറ്റ് ചെയ്യാം. ഇതൊരു നോ ആർഗ് കൺസ്ട്രക്റ്റാണ്. അത് മസ്റ്റാണ്. ഒരു സീരിയലൈസബിൾ ഒബ്ജക്റ്റിന് ഒരു നോ ആർഗ് കൺസ്ട്രക്ടർ വേണം. അതിനുശേഷം നമുക്ക് ഗെറ്ററും സെറ്ററും വേണം. ഇവിടെ ഇത് പ്രൈവറ്റായിട്ട് തന്നെ കീപ്പ് ചെയ്യുക. സെറ്റ് നെയിം. ഇവിടെ ഒരു സ്ട്രിങ് നെയിം എടുക്കുക. അത് എന്നിട്ട് ക്ലാസ്സിലെ നെയിമിലോട്ട് വെച്ച് കൊടുക്കുക. സോ ദിസ് ഡോട്ട് നെയിം ഈസ് ഈക്വൽ ടു നെയിം. ഈ ദിസും എന്താണെന്നൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു റിട്ടേൺ ടൈപ്പ് പറഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ്. പബ്ലിക് വോയിഡ് എന്ന് പറഞ്ഞിട്ട് റിട്ടേൺ ടൈപ്പ് ഇല്ല. സോ ഇത്രയേ ഉള്ളൂ. അടുത്തത് സെറ്റ്. ഇപ്പം നമുക്ക് സെറ്ററായി. ഇനി ഒരു ഗെറ്റർ മെത്തേഡ് കൂടെ ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് സ്ട്രിങ്, അത് റിട്ടേൺ ചെയ്യുന്നുണ്ട് സ്ട്രിങ്. ഇവിടെ ഗെറ്റ് നെയിം, റിട്ടേൺ പറയുക. സോ നമ്മുടെ സീരിയലൈസ് ചെയ്യുന്ന ക്ലാസ്സിൻ്റെ ഉപയോഗം കഴിഞ്ഞു. നമുക്കിനി നേരെ ജാവ മെയിനിലോട്ട് പോകാം. ഇവിടെ നമുക്ക് ഒരു പേഴ്സണിൻ്റെ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പേഴ്സൺ p1 is equal to new person ഒബ്ജക്റ്റായി. ഇനി p1 ഡോട്ട് സെറ്റ് നെയിം. ഇവിടെ ഒരു പേര് കൊടുക്കുക. ഞാൻ ജെയിംസ് എന്ന് കൊടുക്കുന്നു. സോ നമുക്ക് ഒന്ന് സിസ്റ്റം ഔട്ട് ചെയ്ത് നോക്കാം. സിസോ p1 ഡോട്ട് ഗെറ്റ് നെയിം. നമുക്കിത് വർക്കിംഗ് ആണോ നോക്കാം. ജസ്റ്റ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. കൺസോളിൽ ജെയിംസ് എന്ന് വന്നിട്ടുണ്ട്. സോ നമ്മുടെ പ്രോഗ്രാം ഇതുവരെയൊക്കെ ശരിയായിട്ടാണ് റൺ ചെയ്യുന്നത്. ഇനി നമുക്കൊന്ന് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഒബ്ജക്റ്റിനെ സേവ് ചെയ്യാൻ വേണ്ടി കൂടെ നമ്മുടെ സീരിയലൈസ്ഡ് ഒബ്ജക്റ്റ് ആയിരിക്കണം, എങ്കിലേ നമുക്ക് സേവ് ചെയ്യാൻ പറ്റത്തുള്ളൂ ജാവയിൽ. ഇനി നമുക്ക് സേവ് ചെയ്യാം. അതിനുള്ള സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആദ്യം നമുക്ക് ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ക്രിയേറ്റ് ചെയ്യണം. ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. FOS എന്ന് പറഞ്ഞിട്ട് ഈക്വൽസ് ന്യൂ ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം. ഇവിടെ നമുക്ക് ഒരു പേര് കൊടുക്കാം. നമ്മൾ സേവ് ചെയ്യുന്ന, ഇപ്പം ഞാനിപ്പോൾ പേഴ്സൺ ആണെങ്കിൽ പേഴ്സൺ ഡോട്ട് സീരിയലൈസിൻ്റെ എക്സ്റ്റൻഷൻ കൊടുക്കുന്നത് SCR എന്ന സീരിയലൈസ്ഡ് ഒബ്ജക്റ്റ് സേവ് SCR. അതിൻ്റെ ആദ്യത്തെ 3 അക്ഷരമാണ്. ഇവിടെ നമുക്ക് എറർ വന്നിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, നമ്മൾ ഇമ്പോർട്ട് ചെയ്യണം ഈ ക്ലാസ്. നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നു. ഫയൽ ഇൻപുട്ട് സ്ട്രീം ജാവ IOയുടെ
അടുത്ത നമ്മൾ ട്രൈ ക്യാച്ചാണ്, അതിൻ്റെയാണ് ഇവിടെ രണ്ടാമത്തെ എറർ വന്നിരിക്കുന്നത്. നമുക്ക് അവിടെ ഒരു സറൗണ്ട് ബൈ വിത്ത് ട്രൈ ക്യാച്ച് കൊടുക്കാം. അപ്പോൾ ആ എറർ പോയിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം നമ്മൾ റൈറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം, അതിന് ശേഷം റീഡ് ചെയ്യാം. OOS ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഈക്വൽസ്, അതിൻ്റെ ഒബ്ജക്റ്റിൻ്റെ പേര് OOS എന്ന് കൊടുത്തു. നമ്മളിവിടെ നിന്ന് ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം, ഈ വലിയ പേരുകളുണ്ടെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അത് മെമ്മറൈസ് ചെയ്യാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടില്ല ഇങ്ങനത്തെയുള്ള ജാവ ക്ലാസ്സുകളുടെ പേര്. ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം, ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം, അങ്ങനെ ആദ്യം നമുക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇമ്പോർട്ട് അതും ജാവ IOയിലുള്ള ഒരു ലൈബ്രറിയാണ് വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഒരു ക്യാച്ചാണ് ഇവിടെ കൊടുത്താൽ മതി. ഓൾറെഡി നമ്മളൊരു ട്രൈ ക്യാച്ച് കൊടുത്തിട്ടുണ്ട്, നമുക്കിനി ക്യാച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിവിടെ കാണാം ഒരു IO എക്സെപ്ഷൻ വന്നിട്ടുണ്ട്, ഇൻപുട്ട് ഔട്ട്പുട്ട് എക്സെപ്ഷൻ. ഇവിടെ നമുക്ക് FOS എന്നാണ് മാറിപ്പോയി. ഫയൽ ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റാണ് നമ്മൾ ഇതിലോട്ട് പാസ് ചെയ്തത്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിനെ അങ്ങ് സേവ് ചെയ്യണം. ഇനി നമുക്ക് OOS ഒബ്ജക്റ്റ് ഔട്ട്പുട്ട് സ്ട്രീം ഒബ്ജക്റ്റ് ഉപയോഗിച്ചിട്ട് ഇവിടെ നമുക്ക് റൈറ്റ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു മെത്തേഡുണ്ട്. നമുക്ക് റൈറ്റ് ഒബ്ജക്റ്റ് അത് കണ്ടുപിടിക്കാം. ഇവിടെ ഉണ്ട് റൈറ്റ് ഒബ്ജക്റ്റ്. ഇതിനകത്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത P1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് നമ്മൾ ഓൾറെഡി വാല്യൂ വെച്ചിട്ടുണ്ട്, നമുക്കത് കൊടുക്കാം. എന്നിട്ട് അത് നമുക്ക് അതിനകത്തോട്ട് റൈറ്റ് ആയിക്കോളും. അപ്പം person.ser എന്ന് പറഞ്ഞ ആ ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിനകത്തോട്ട് ഈ P1 എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് റൈറ്റ് ആയിക്കോളും. എന്നിട്ട് നമുക്ക് ഇനി ഇതൊക്കെ ക്ലോസ് ചെയ്യാം. നമ്മൾ ഏതൊക്കെ സ്ട്രീം ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ടോ ഔട്ട്പുട്ട് സ്ട്രീം, അതൊക്കെ .close എന്ന് പറയുക. അതുപോലെ തന്നെ FOS.close. ഇനി നമ്മൾക്ക് ചെയ്യേണ്ടത് ഇത് റീഡ് ചെയ്യാൻ. അതിനു മുമ്പ് ഇത് നോക്കാം, ഇത് വർക്ക് ചെയ്യുന്നുണ്ടോയെന്ന്. സിസോ കൊടുക്കുക. നമുക്ക് ഒന്ന് ഇതുവരെ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് എററില്ലാതെ ഒബ്ജക്റ്റ് സേവ്ഡ് എന്ന് വരും. ഒന്ന് റൺ ചെയ്ത് നോക്കാം. ഒബ്ജക്റ്റ് സേവ്ഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് നമുക്കിനി ഒരു പേഴ്സൺ എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനകത്തോട്ട് പുതിയൊരു ഒബ്ജക്റ്റ് ഞാൻ P2 എന്ന് കൊടുക്കുന്നു. നമുക്കതിലോട്ട് റീഡ് ചെയ്യാം. ഫയലിൻ്റെ അതൊന്ന് നമുക്ക് ഒബ്ജക്റ്റ് റീഡ് ചെയ്ത് P2-ൽ വയ്ക്കാം. അതാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മളൊരു പേഴ്സൺ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അതിനകത്ത് ഇപ്പോൾ വാല്യൂ ഒന്നുമില്ല, എംപ്റ്റി ആയിട്ട് ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ഫയൽ, ഇനി നമ്മൾ ഔട്ട്പുട്ട് സ്ട്രീം മുമ്പ് റൈറ്റും ഉപയോഗിച്ചെങ്കിൽ റീഡ് ചെയ്യാൻ ഇൻപുട്ട് സ്ട്രീം. സോ ഫയൽ ഇൻപുട്ട് സ്ട്രീം പറയുക FIS ഈക്വൽസ് ന്യൂ ഫയൽ ഇൻപുട്ട് സ്ട്രീം. അതിനകത്ത് നമുക്ക് ഇപ്പം നമ്മൾ സേവ് ചെയ്ത മുകളിൽ നമ്മൾ സേവ് ചെയ്ത് person.ser എന്നാണ് അത് കൊടുക്കുക. അതിൽ നിന്ന് അത് റീഡ് ചെയ്തോളൂ. മുമ്പ് അത് റൈറ്റ് ചെയ്യാനോ ഉപയോഗിച്ചെങ്കിൽ ഇപ്പം നമ്മൾ ആ ഫയൽ വെച്ച് റീഡ് ചെയ്യാനാണ്, ഒബ്ജക്റ്റ് റീഡ് ചെയ്യാനോ ഉപയോഗിക്കുന്നത്. സോ ഒബ്ജക്റ്റ് റൈറ്റിന് വേണ്ടി നമ്മൾ സീരിയലൈസേഷൻ എന്നുള്ള ഒരു കാര്യം, ഇത് ഇൻ്റർവ്യൂവിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടാണ്. ഇനി നമുക്കൊരു ട്രൈ ക്യാച്ച് ഇവിടെ വയ്ക്കണം. ഇവിടെ നമുക്ക് സറൗണ്ടഡ് വിത്ത് ട്രൈ ക്യാച്ച് പറയാം. ഇപ്പം നമുക്ക് ആ എറർ മാറിയിട്ടുണ്ട്. നമ്മൾ മുകളിൽ ചെയ്ത അതേ പ്രോസസ്സ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഓൺലി ഡിഫറൻസ് എന്ന് വെച്ചാൽ ഇൻപുട്ട് മുകളിൽ നടന്നു, ഇവിടെ ഔട്ട്പുട്ട്. ട്രൈ ക്യാച്ചിൻ്റെ ക്ലാസ്സുകളുടെ ഫയൽ നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻ തന്നെ മുകളിലും വന്നിരിക്കുന്നത്. അടുത്ത IO എക്സെപ്ഷൻ വരുന്നുണ്ട്. അത് നമ്മൾ ഒബ്ജക്റ്റ് ഇൻപുട്ട് സ്ട്രീം പറയുമ്പം ആ ഒരു ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൂടെ ആഡാകും. നമുക്ക് ഫയൽ ഒബ്ജക്റ്റ് ഇൻപുട്ട്
stream OIS equals new object input stream. ഇവിടെ നമ്മൾ ആ ഫയൽ ഇൻപുട്ട് സ്ട്രീമിനകത്ത് ഒബ്ജക്റ്റ് പാസ് ചെയ്യുക FIS. ഇനി നമുക്ക് ഇവിടെ ആ എറർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ആ ക്യാച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാം. ഇവിടെ നമുക്കൊരു IO എക്സെപ്ഷൻ ആഡ് ചെയ്യണം. അത് നമുക്ക് ക്യാച്ചിലോട്ട് ആഡ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ ക്യാച്ച് സെലക്ട് ചെയ്താൽ മതി. ഇപ്പം നമുക്ക് കാണാം ഇപ്പം അവിടെ ഒരു ക്യാച്ച് IO എക്സെപ്ഷൻ വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിനി ഒബ്ജക്റ്റിലോട്ട് അത് റീഡ് ചെയ്യാം. നമുക്കാദ്യം ഇവിടെ നമുക്ക് P1 ഈക്വൽസ് OIS ഡോട്ട് റീഡ് ഒബ്ജക്റ്റ്. ഇവിടെ നമുക്ക് ഒരു ഇഷ്യൂ വരും. നമുക്കിവിടെ ടൈപ്പ് കാസ്റ്റ് ചെയ്ത് കൊടുക്കണം. അതായത് വന്നിട്ടുണ്ട് ആ എറർ വരിക. അല്ലെങ്കിൽ തന്നെ നിങ്ങളിപ്പോൾ വേറെ എറർ ചിലപ്പം നിങ്ങൾക്കത് ഇങ്ങനെ എഡിറ്ററിൽ വന്നില്ലെങ്കിൽ നിങ്ങൾ ഓർത്തോണം അത് ആഡ് കാസ്റ്റ് ടു പേഴ്സൺ. സോ ഇവിടെ നമ്മൾ അത് ചെയ്തു. ഇനി ഇവിടെ നമുക്കൊരു ക്ലാസ് നോട്ട് ഫൗണ്ട് എന്നുള്ളൊരു എക്സെപ്ഷനോട് കൊടുത്തു. റീഡ് ചെയ്യുന്നതുകൊണ്ടാണ്. ഇനി നമുക്ക് അതൊന്ന് സിസ്റ്റം ഔട്ട് ചെയ്ത് നോക്കാം. P1 ഡോട്ട് ഗെറ്റ് നെയിം. അപ്പോൾ നമ്മൾ മുമ്പ് സേവ് ചെയ്ത നെയിം നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കിത് സേവ് ആയി നടത്താം. സേവ് ചെയ്യുക ഫയൽ, എന്നിട്ടൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ ഇവിടെ നമുക്ക് ജെയിംസ് മുമ്പത്തെ ഒബ്ജക്റ്റിനകത്ത് നമ്മൾ സേവ് ചെയ്യാൻ കൊടുത്ത നെയിം ജെയിംസ് തന്നെ. നമുക്ക് അത് തന്നെ ആ ഒബ്ജക്റ്റ് തന്നെ നമ്മൾ ഫയലിൽ നിന്ന് റീഡ് ചെയ്ത് നമ്മളൊരു പുതിയൊരു ഒബ്ജക്റ്റൊക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ P1 എന്നുള്ളത് കൊടുത്ത് നമുക്കിവിടെ P2 എന്നാക്കിയേക്കാം. ഇനി അത് P2 ഇവിടെ നമ്മൾ പഴയ ഒബ്ജക്റ്റിലോട്ടാണ് സേവ് ചെയ്തത്. ഓക്കെ, ഇവിടെ P2 ഡോട്ട് ഗെറ്റ് നെയിം ആക്കി. ഇതൊരു ക്ലാരിറ്റിക്ക് വേണ്ടി നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെ നമ്മൾ ഒബ്ജക്റ്റ് സീരിയലൈസേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ജാവയിൽ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.